ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസായിട്ടാണ് വന്നത്. അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഹോൺ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിലൊരു ഹോൺ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വെട്ടലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വെട്ടലിൻ്റെ കേസ് അങ്ങനെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നിച്ചായിരുന്നു. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു. പറയത്തക്ക വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ബാക്ക് ടയറിൻ്റെ ടയർ പ്രഷർ കുറവായിട്ട് കാണുന്നുണ്ട്. ഒരു 10-15 ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലമാണെന്ന് കാണുന്നുള്ളൂ. നമുക്ക് ഫ്രണ്ട് ടയറിനകത്ത് പ്രഷർ വരുമ്പോൾ 25 PSI വെക്കണം. ബാക്ക് വരുമ്പോൾ 35 PSI. അതാണ് നമുക്ക് അതിൻ്റെ അളവ് വന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നിലവിലൊരു 15ൻ്റെ ഒക്കെ അടുത്ത് കഷ്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തോന്നിയതായിരിക്കാം. വേറെ അങ്ങനെ പറയത്തക്ക ടെക്നിക്കലി വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല ഓടിച്ചു നോക്കിയിട്ട്. പിന്നെ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി അഴിച്ചിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞങ്ങനെ. ജനറൽ സർവീസിനകത്ത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ മൂവ്മെൻറ്റുള്ള പാർട്സുകളും പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൂവ്മെൻറ്റുള്ള പാർട്സുകളും അഴിച്ചു നോക്കിയിട്ട് മാനുവലി ഗ്രീസിങ് ആയിട്ടുള്ള സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ മാനുവലായിട്ട് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുള്ള പാർട്ടുണ്ട്. CVT ക്ലച്ച് പോലെയുള്ളവ, അതേപോലെ തന്നെ ഫ്രണ്ട് ബുഷ് സെറ്റ് പോലെയുള്ളവ, അങ്ങനത്തെ ഐറ്റംസൊക്കെ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട കുറച്ച് പാർട്ടുകളാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. കേബിൾ ഓപ്പറേറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്യുക. മെയിനായിട്ട് അതെല്ലാം ഇലക്ട്രിക്കൽ ഫങ്ഷൻസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. അതൊക്കെയാണ് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ. നമ്മൾ അതിന് ബേസ് ചെയ്തിട്ട് നമ്മളായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ ഇതുമ്പോൾ കമ്പനി ലൈനറാണ്. ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ, കമ്പനി ലൈനർ കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, പക്ഷേ ശരിക്കും നല്ല രീതിയിൽ പൊടി അടിച്ച് കയറിയിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഈ എൻജിൻ റൂമിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം, നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളുണ്ട്, ചെളി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു വണ്ടി ഓടുന്ന ആ പ്രദേശത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് കുറവ്. ഇതിപ്പോൾ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം. പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്തിടാം, കുഴപ്പമില്ല. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. ക്ലച്ചിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബെൽറ്റ് വെച്ച് ഡ്രൈവ് ചെയ്യണം, ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കഴിയണം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ബെൽറ്റ് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ബെൽറ്റാണ്, ഹീറോൻ്റെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പൊട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് പോകാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗമുണ്ട്, നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഈ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് പോകരുത്. കാരണം എന്താ വെച്ചാൽ എന്തായാലും പൊട്ടാനായിട്ട് നിൽക്കുക, തൊട്ടടുത്ത് തന്നെ പൊട്ടാനും സാധ്യതയുണ്ട്. ആ ഒരു അവസരം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു കട്ടയ്ക്ക് ഇങ്ങോട്ട് പൊളിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ ബാക്കിയത്തെ പെട്ടെന്ന് ആയിരിക്കും ബാക്കിയത്തെ പൊളിഞ്ഞു പോവുകയും നമ്മൾ വഴിപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളൂ, കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനൊന്നും ആയിട്ടൊന്നുമില്ല. CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വരുന്ന പാർട്ടാണ്. അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ സ്മൂത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയുടെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണത്. ഇത് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണായിട്ട് ഈ രീതിയിൽ തന്നെ വാഷ് ചെയ്യുകയാണെങ്കിലാണ്, ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് വാട്ടർ സർവീസ് ജസ്റ്റ് ബോഡി വാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കവറിങ്ങൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറം ഭാഗം മാത്രം ക്ലീനായി കിടക്കും, അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ അഴിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ നല്ലതാണ്. എനിക്ക് തോന്നുന്നു മറ്റേതുമായിട്ട് ഡിഫറൻസ് നമുക്ക് ഓപ്പൺ ബോഡി വാഷിംഗ് വരുമ്പോഴത്തേക്ക് 200 രൂപ നമുക്ക് സർവീസ് ചാർജ് വരും. വാഷിംഗ് ചാർജാണ്, വാഷിങ്ങിൻ്റെ ചാർജാണ്. അതൊരു 100 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ മാറ്റുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, പ്ലഗ് ആയാലും വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യും. ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടും. പിന്നെ ബാറ്ററി കൂടി ഒന്ന് നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.5 വോൾട്ടോളം ഉണ്ട്. ബാറ്ററി നമ്മളിപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, വണ്ടി കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കാം. വോൾട്ട് നമുക്ക് 12.5 വോൾട്ട്, 12 ഒരു 60-70 റേഞ്ചൊക്കെയാണ് ശരിക്കും പവർഫുൾ ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ഒരല്പം വോൾട്ട് കുറവുണ്ട്, പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കിട്ടാം, ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടാം.
എന്തായാലും ബാറ്ററി കംപ്ലൈൻറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ ശ്രദ്ധയിലൊന്ന് പെടുത്തിയെന്ന് മാത്രം. പിന്നെ വണ്ടിയിൽ ഇരിക്കണ ഫോണിന് ശരിക്കും വോളിയം കുറവ് കാണിക്കുന്നുണ്ട്, സൗണ്ട് കുറവുണ്ട്. വണ്ടിയുടെ ഉള്ളിൽ സീറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് നമ്മൾ ട്യൂൺ ചെയ്ത് നോക്കുമ്പോൾ അത്ര പോലും ഇല്ല. അപ്പോൾ തീരെ ശോകാവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഹോൺ അസംബ്ലി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർഫുൾ സൗണ്ട് കിട്ടാവുന്ന രീതിയിലുള്ളത് വെക്കാം. ഹൈ ടൈപ്പ് ഹോൺ വെക്കാനായിട്ട് പറ്റും കമ്പനി തന്നെ. അപ്പോൾ അത് വെക്കണ ശരിക്കും ഇതേ മോഡൽ തന്നെ, പക്ഷേ ഒരല്പം കൂടി വലുപ്പം ഉണ്ടാവും, സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ മോഡലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ ഇത്രയാണ്. മാറ്റേണ്ടി വന്ന പാർട്സുകൾ ഇപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. അതിനകത്ത് മാറ്റേണ്ടി വന്ന ഒന്ന് നമുക്ക് ആ ഹോണ് മാറ്റി വയ്ക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ്, ഡ്രൈവിൻ്റെ ബെൽറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം, എൻജിൻ ഓയിൽ മാറ്റണം. അതേപോലെ തന്നെ വാഷിങ്ങിൻ്റെ കേസ് നോക്കിയിട്ട് പറയാം, എങ്ങനെ കഴുകേണ്ടതെന്നുള്ള കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞെന്നുള്ളൂ, തീരുമാനം നിങ്ങളുടെയാണ്. ഇങ്ങനെ കഴിയണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല ബോഡി കവർ ഫുൾ സെറ്റ് ചെയ്തിട്ട് കഴിയാമെങ്കിൽ ആ രീതിയിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നണം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനത്തെ സജഷൻ പറഞ്ഞത്. എവിടെയെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ ടച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.